ഒന്നാനാം കുന്നിന്മേൽ പൊൻവിളക്ക്, ഒരടി കുന്നിന്മേൽ മൺവിളക്ക്. ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും അങ്ങനെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം. എല്ലാം രാവിലെ എന്നിട്ട് ചായയൊക്കെ ഇട്ടോ? ചായയൊക്കെ ഇട്ട് കുടിച്ചോ? അമ്മ രാവിലെ ആദ്യം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ ഇടുന്നതിന് മുമ്പ് അമ്മ രാവിലെ ഒരു ഗ്ലാസ് കട്ടച്ചായ കുടിച്ചായിരുന്നു. ഇന്ന് രാവിലെ എന്നിട്ട് അതൊക്കെ അമ്മച്ചിതാ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇച്ചിരി റവ നമുക്ക് ആദ്യം ചൂടാക്കി എടുക്കാം. നമുക്ക് ചൂടാക്കിയിട്ടെടുക്കാം. വറുത്ത റവയാണ്, എന്നാലും ഒരു ചെറുതായിട്ടൊരു ചൂടാക്കിയിട്ടെടുക്കാം. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം ചായ ഇടുവാണ് അമ്മ. നമുക്ക് ചായയും ഉപ്പുമാവും. അപ്പോൾ ഉപ്പുമാവിന് ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ ഒരു സവാളയുടെ പകുതി, 2 വറ്റൽമുളക്, ഒരു പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇത്രയും അമ്മയോട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ അവിടെ ചൂടായിട്ടുണ്ട്. ഈ റവ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാനിലോട്ട് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കിതിലോട്ട് ഇച്ചിരി കടുകിടാം. സ്വല്പം കടുക്. അതായത് ഉപ്പുമാവിൽ നമുക്ക് കറി കിട്ടുന്ന ഒരു ടേസ്റ്റ് കാണത്തില്ല. ഇപ്പോഴേ നമുക്ക് 2 കടുകിടാം. കടുക്. ഇത് നമുക്ക് അതിലോട്ട് ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു സവാള എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടും. ഇപ്പോൾ ഉപ്പുമാവിൻ്റെ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് കണ്ടാ. കടുക് പൊട്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. വേണ്ട ഇനി ഇത് ഒന്ന് വഴറ്റി എടുക്കപ്പോൾ വഴി ചായ നോക്കി. അപ്പോൾ അതിനോട് സ്വല്പം ഉപ്പ് ഇടാം. ഈ സ്വല്പം ഉപ്പ് പെട്ടെന്ന് വഴറ്റി വരും. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഉപ്പുമാവ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വെള്ളം ചേർക്കാം. കണ്ടോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി വെള്ളം മതി. അത്രയും മതി. ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാകും. ഇച്ചിരി മതി. ഇവിടെ അങ്ങനെ ഉപ്പുമാവ് ആർക്കും അങ്ങനെ കഴിക്കത്തില്ല. ഉപ്പുണ്ട്. അപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന റവയതേ. തിളച്ചിട്ടുണ്ട് വെള്ളം. കണ്ടോ, നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുക. അതൊക്കെ നമുക്കത് ചെറിയ തീയിൽ വെക്കാം. ചെറിയ തീയിൽ വെക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഇത് പിടിച്ച് അത് സെറ്റാകും. എന്നിട്ട് നമുക്ക് പിന്നെ കൊടുക്കാം. വേവട്ടെ ചെറിയ തീയിൽ. ഇനി നമുക്കത് അതിൻ്റെ വെള്ളം വറ്റി നമുക്ക് ഇതിൽ തിരിച്ചിട്ട് കൊടുക്കാം. കിണ്ടി കൊടുക്കാം. പെട്ടെന്ന് വേവും. ഉപ്പുമാവല്ലേ. ഈ ഉപ്പുമാവിൻ്റെ വെള്ളത്തിൻ്റെ അളവ് സത്യം പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് എനിക്കറിയത്തില്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും അതറിയത്തില്ല. ഉപ്പുമാവിന് വെള്ളത്തിൻ്റെ അളവ് എത്രയാണത്. നമുക്കത് കിണ്ടി എടുക്കാം. ഉണ്ടോ, ഒരു സ്വല്പം നേരം നമുക്ക് ചെറിയ തീയിലിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് അമ്മ കാണിച്ചു തരാം. സ്വല്പം നേരം
അപ്പം എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? അപ്പം നമ്മുടെ ചൂട് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ചൂട് ഉപ്പുമാവും പഞ്ചസാരയും പിന്നെ നമ്മളതാ ചൂട് ചായ. അപ്പം അമ്മ കഴിക്കട്ടെ. ചൂട് ഉപ്പുമാവ് ഇങ്ങനെ പഴമൊന്നുമില്ല, പഞ്ചാരയും കൂട്ടി കഴിക്കാം. പപ്പടം ഉണ്ട്, ഞാൻ എടുത്തില്ല. വേണ്ട കൊള്ളാം. അപ്പം ഞാൻ രണ്ട് ചായ കുടിച്ചോ, കാപ്പിയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ ഉപ്പുമാവ്. അപ്പം എല്ലാ മക്കളും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? ചോറൊക്കെ വെച്ചോ? അമ്മേന്ന് ചോറ് വെച്ചില്ല കേട്ടോ. അമ്മേന്ന് നെല്ലൂത്തിൻ്റെ അരിയും പയറോട്ട് കഞ്ഞി വെച്ച്, പിന്നെ നമ്മുടെ കപ്പക്കിഴങ്ങ്, മുളക് ഞെവിടിയത്, പിന്നെ ഉണ്ടമുളക്, ഇത്രയും ഉണ്ട്. അപ്പോൾ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചോ? അമ്മ കഞ്ഞി കുടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി പണിയുണ്ടായിരുന്നു. നമ്മുടെ മതിലിൻ്റെ തൂണേ മതിലിലെ തൂണ് പൂശാൻ ആൾ വന്നു. അപ്പോൾ തൂണൊക്കെ രണ്ട് തൂണ് പൂശി ഇത് 2 ദിവസം ഉറച്ചതിന് ശേഷം നമ്മൾ കേൾക്കെടുത്തോളൂ കണ്ട. അപ്പോൾ ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ അത് നിന്നത്. പിന്നെ അപ്പോഴേ നമ്മളിനി കഞ്ഞി കുടിക്കാൻ പോവുക. നല്ല സൂപ്പർ കഞ്ഞി ആക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അരിയും പയറോട്ട് കഞ്ഞിയൊക്കെ വലിയ ഇഷ്ടമാട്ടെ. അതെ, നല്ല ചൂട് കഞ്ഞി. അപ്പം അമ്മ കഞ്ഞി കുടിച്ചോട്ടെ. പിന്നെ നമുക്ക് പൂജാ സെറ്റ് മക്കളെ. അപ്പം അമ്മ ഒരു യാത്രയൊക്കെ കഴിഞ്ഞതാണ്, ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അമ്മ ഫ്രിഡ്ജ് നോക്കാനായിട്ട് മയൂരി ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ പള്ളിമുക്കിൽ, അവിടെ പോയി ഫ്രിഡ്ജൊക്കെ നോക്കി, ഒരു ഡൈനിങ് ടേബിൾ നോക്കണമെന്ന് അതൊക്കെ നോക്കി വന്ന് പിന്നെ കടയിലൊക്കെ കയറി. പിന്നെ വരുന്ന വഴിക്ക് അമ്മ ഇടിയപ്പവും കിഴങ്ങറിയും വാങ്ങിക്കൊണ്ട് വന്ന്. അമ്മയ്ക്ക് ഇന്ന് വ്രതമാണ്. അമ്മ നാളെ ഒരു സ്ഥലം വരെ പോകുന്നു, കാണിച്ചു തരാം അവിടെ നടന്ന്. അതുകൊണ്ട് അമ്മ ഇന്ന് വ്രതമാണ്, അതുകൊണ്ട് അമ്മ ഇന്ന് മീൻ കൂട്ടിയില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ഇടിയപ്പവും കിഴങ്ങറിയും വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇനി അത് കഴിക്കണം. ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കഴിച്ചത്. പിന്നെ ഭയങ്കര ഭയങ്കരമായ ബ്ലോക്ക്. അയ്യോ, ഞങ്ങൾ മേവറത്തു നിന്നാണ് പോയത്. ഭയങ്കര ബ്ലോക്ക്. ഇങ്ങോട്ട് നേരത്തെ വരേണ്ടതാണ് മക്കളെ. ഒരു 3-4 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ കിടന്നു. ഭയങ്കര ബ്ലോക്ക്. ഇതേ കണക്ക് ബ്ലോക്ക് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അമ്മാതിരി ബ്ലോക്ക്. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അതുകൊണ്ടൊന്നും ചായ കുടിയൊന്നും നടന്നില്ല. ഞാൻ വന്ന് കയറി കുളിച്ചതാണ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി അമ്മ കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം. അപ്പോഴേ മക്കളെ നമ്മൾ ഇടിയപ്പവും കിഴങ്ങറിയും വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ. അപ്പം അമ്മ ഇതാണ് രാത്രി കഴിക്കുന്നത്, ഇടിയപ്പവും കിഴങ്ങറിയും. 4 ഇടിയപ്പവും ഒരു കിഴങ്ങറി കണ്ടേ. അപ്പം എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം അമ്മ ഇടിയപ്പവും കിഴങ്ങറിയും കഴിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും രാത്രി ആഹാരമൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം അമ്മ കിഴങ്ങറി ഒഴിച്ച് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മേവറത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ മേവറം വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. കഴിച്ചു നോക്കാം. എല്ലാം രാത്രി ആഹാരം കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ വന്നാൽ നല്ല ഇടിയപ്പവും കിഴങ്ങറിയില്ല. കുഴപ്പമില്ല, എരിയൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നുമില്ല, പക്ഷെ കൊള്ളാം. അപ്പം എല്ലാ മക്കളും ആഹാരം കഴിച്ചോ? അപ്പം അമ്മ നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അമ്മ പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.